നമ്മുടെ ജീവിതത്തെ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാനായി നമ്മുടെ ചിന്തകളെ പ്രത്യക്ഷത്തിൽ നാം അനുഭവിക്കുന്നതിൽ നിലനിർത്തുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് തിരിച്ചുവിടുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ആഗ്രഹത്തിലേക്ക് തിരിച്ചുവിടാൻ പറയുമ്പോൾ പലർക്കും തൻ്റെ യഥാർത്ഥ ആഗ്രഹത്തെക്കുറിച്ച് വ്യക്തതയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത് കരിയറിലാണെങ്കിലും വെൽത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും എന്ത് മാറ്റമാണ് വേണ്ടതെന്ന് വ്യക്തമായി ഇന്ന് തന്നെ എഴുതി തയ്യാറാക്കൂ. എന്നിട്ട് ആ എഴുതി തയ്യാറാക്കുന്നതിന് മനസ്സിലൊരു രൂപം കൂടി കൊടുക്കുക. അതൊരു മൂവി പോലെ മനസ്സിൽ കാണാൻ കഴിഞ്ഞാൽ ഏറെ നന്നായി. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഉറപ്പോടെ അതിൻ്റെ മാനസിക ചിത്രം മനസ്സിൽ ഉറപ്പിക്കുക. ഒരിക്കൽ ഈ ചിന്ത രൂപീകരിച്ചാൽ അത് നമ്മളിലേക്ക് വരുന്നു എന്ന ഏറ്റവും സമ്പൂർണവും ചോദ്യം ചെയ്യപ്പെടാത്തതുമായ വിശ്വാസമുണ്ടായിരിക്കണം. അത് നമ്മളിലേക്ക് എത്തുമെന്ന ആത്മവിശ്വാസമല്ലാതെ ഒരിക്കലും സംസാരിക്കുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യരുത്. ഇത് ഇതിനകം നിങ്ങളുടേതാണെന്ന് അവകാശപ്പെടണം നിങ്ങൾ. ഇതിന് പലർക്കും പറ്റാത്തതിൻ്റെ ഒരു കാരണം എനിക്കതിന് അർഹതയുണ്ടെന്ന് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഇപ്പോഴും വിശ്വസിക്കുന്നത് തങ്ങൾ ദരിദ്രരായിരിക്കണമെന്നും എന്തോ ഉദ്ദേശം നിറവേറ്റുന്നതിനായി ദരിദ്രത്തിലൂടെ കടന്നു പോകണമെന്നോ ആണ്. അതിൻ്റെ ഫലമായി ജീവിതകാലം മുഴുവൻ അവർ ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുകയാണ്. എന്നാൽ ഈ പ്രപഞ്ചശക്തിയുടെ ആഗ്രഹം നിങ്ങൾ സമ്പന്നനാവണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടണമെന്നാണ്. ഓരോ മനുഷ്യനും സന്തോഷത്തോടെ ഇരിക്കാനുമാണ് അത് ആഗ്രഹിക്കുന്നത്. ഈ പ്രപഞ്ചശക്തി ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ പരിവർത്തനമാണ്. നിങ്ങൾ കൂടുതൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സമ്പന്നനാവാൻ ശ്രമിക്കുന്നു. നിങ്ങൾ സമ്പന്നനാവണമെങ്കിൽ നിങ്ങൾ അതിനായി ഈ പ്രപഞ്ചത്തിലും എന്തെങ്കിലും പരിവർത്തനത്തിനായി ആക്ഷൻ എടുക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ആരും സമ്പന്നരാവാറില്ലല്ലോ. അവർ നേടുന്ന സമ്പത്തിന് പകരമായി ഒരു ഉൽപ്പന്നമോ ഒരു സേവനമോ ഈ പ്രപഞ്ചത്തിലേക്ക് അവർ കൊടുക്കുന്നുണ്ട്, ശരിയല്ലേ? ആ സേവനവും ആ ഉൽപ്പന്നവും പലപ്പോഴും പ്രപഞ്ചത്തിൻ്റെ പരിവർത്തനത്തിന് സഹായമായതുമായിരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രപഞ്ചത്തിൻ്റെ പരിവർത്തനത്തിന് കാരണമാകുന്നുമുണ്ട്. അതിനാൽ ആ ശക്തി പ്രപഞ്ച പരിവർത്തനത്തിനായി നിങ്ങൾ കൂടുതൽ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങുന്ന പണത്തിൻ്റെ മൂല്യത്തേക്കാൾ കൂടുതൽ ഉപയോഗമൂല്യം അവർക്ക് നൽകണമെന്നാണ്. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ സെഷനിൽ ജീവിതത്തിൽ ഒരു മാറ്റത്തിനും തയ്യാറാവാത്ത, അതിനായി ഒരു ആക്ഷനും എടുക്കില്ല എന്ന് മടി പിടിച്ചിരിക്കുന്ന ഒരാളെ അറ്റൻഡ് ചെയ്യിച്ചു എന്നിരിക്കട്ടെ. അവിടെ ആ സെഷൻ കൊണ്ട് ആ വ്യക്തിക്കൊരു ഉപയോഗവുമില്ല. എന്നാൽ പകരം ജീവിതത്തിൽ ഹെൽത്തിലോ റിലേഷൻഷിപ്പിലോ കരിയറിലോ വെൽത്തിലോ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്, എന്ത് ചെയ്യണമെന്നറിയാത്തവർക്ക് എൻ്റെ സെഷൻ കൊടുക്കുകയും അതിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ പണമൂല്യത്തേക്കാൾ വലിയ ഉപയോഗമൂല്യം കൊടുത്ത് അവരുടെ ജീവിതത്തെ അപ്ലിഫ്റ്റ് ചെയ്ത് ഞാനും ഈ പ്രപഞ്ച പരിവർത്തനത്തിൻ്റെ ഭാഗമാകുകയല്ലേ. മറ്റൊരു പ്രധാന കാര്യം നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞതാണ്. ചിന്തയിൽ കൊണ്ടുവന്ന കാര്യം സൃഷ്ടിക്കാനായി തൻ്റെ ചിന്തയെ പ്രപഞ്ചശക്തിയുമായി ആശയവിനിമയം നടത്തണമെന്ന് ആവുമ്പോൾ ഈ വീഡിയോ ദൈർഘ്യമായതുകൊണ്ട് അത് അടുത്ത എപ്പിസോഡിൽ ചിന്തയിൽ രൂപം കൊടുക്കുന്ന ആഗ്രഹത്തെ എങ്ങനെ പ്രപഞ്ചശക്തിയുമായി ആശയവിനിമയം നടത്തി നിങ്ങൾക്ക് നേടിയെടുക്കാമെന്നുള്ള ആ ഒരു സീക്രട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ്. അതിനായി കാത്തിരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.